ബംഗാൾ ഗവർണർ സി.വി. ആനന്ദബോസിനെതിരായ ലൈംഗികാതിക്രമ ആരോപണത്തിൽ സിസിടിവി ദൃശ്യങ്ങൾ നൽകാൻ വിസമ്മതിച്ച രാജ്ഭവൻ അന്വേഷണവുമായി സഹകരിക്കേണ്ടെന്ന് ഗവർണർ സി.വി. ആനന്ദബോസ് രാജ്ഭവൻ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി. നാളെ ഹാജരാകാൻ ആവശ്യപ്പെട്ട് രാജ്ഭവൻ ജീവനക്കാർക്ക് പോലീസ് വീണ്ടും സമൻസ് അയച്ചതിന് പിന്നാലെയാണ് നീക്കം. തന്നെ വലിച്ചിഴച്ച് താഴെയിടാൻ ശ്രമിക്കുകയാണെന്ന് സി.വി. ആനന്ദബോസ് പ്രതികരിച്ചു. ഞങ്ങൾ ഗവർണറുടേതായി ഒരു ഗവർണേഴ്സ് ലെവൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരു ടീം ഉണ്ടാക്കി കളിച്ചോളാൻ പറഞ്ഞു. അതിനുശേഷം ബംഗാളിലെ പല സ്ഥലങ്ങളിലും ഇതുപോലെ സന്തോഷകാരികൾ ആവർത്തിക്കപ്പെടുന്നു. അതിന്റെ ഫലം എനിക്കും കിട്ടി. എന്നെയും വലിച്ചു താഴെയിടാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. കാരണം കൊല്ലംകാരനാണ് ഞാൻ. കൊല്ലംകാരന് അങ്ങനെയൊന്നും വെട്ടാൻ പറ്റിയല്ല, ഉറപ്പാണ്. എന്റെ മനസ്സിൽ എപ്പോഴും ഒരു കാര്യമുണ്ട്. ഞാൻ കൊല്ലത്തേക്ക് തിരിഞ്ഞു നോക്കുവാണെങ്കിൽ ശക്തി വരും. അതൊരു വലിയ കാര്യം തന്നെയാണ്. ബൽറാം നെടുങ്ങാണ്ടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, ഗവർണർ പദവിയിലിരിക്കുന്നയാളാണ്. എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്തുക പോലീസിനെ സംബന്ധിച്ച് എളുപ്പമുള്ള കാര്യവുമല്ല. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ബംഗാളിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? പ്രവിത, ബംഗാൾ ഗവർണർ സി.വി. ആനന്ദബോസിനെതിരെ രാജ്ഭവനിലെ കരാർ ജീവനക്കാരി നൽകിയ ലൈംഗികാതിക്രമ പരാതി നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചു വരികയാണ്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങൾ ഈ രാജ്ഭവനിലെ 2 മുറികളിലെ CCTV ദൃശ്യങ്ങൾ ലഭ്യമാക്കണമെന്നും രാജ്ഭവനിലെ ഒരു പോലീസുകാരനടക്കം 4 ജീവനക്കാർ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നും കഴിഞ്ഞ ദിവസം തന്നെ അന്വേഷണ സംഘം രാജ്ഭവന് നിർദ്ദേശം നൽകിയിരുന്നു. ഈ CCTV ദൃശ്യങ്ങൾ നൽകാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല രാജ്ഭവൻ. ഒരു പോലീസുകാരനൊഴികെ മറ്റു 3 ജീവനക്കാർ ഇതുവരെയും ഈ മൊഴി നൽകാൻ ഹാജരായിട്ടുമില്ല. തുടർന്ന് ഇന്ന് വീണ്ടും സമൻസ് അയച്ചിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നാണ് ഈ സമൻസിലെ ആവശ്യം എന്നുള്ളത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ബംഗാൾ ഗവർണർ സി.വി. ആനന്ദബോസ് പുതിയ ഒരു നിർദ്ദേശം, ഒരു പ്രസ്താവനയിലൂടെ രാജ്ഭവൻ ജീവനക്കാർക്ക് ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഗവർണർക്ക് ഭരണഘടനാപരമായ പരിരക്ഷ ഉണ്ട്. യാതൊരു തരത്തിലുള്ള ക്രിമിനൽ നടപടി അന്വേഷണങ്ങളുടെയും ഭാഗമായി സഹകരിക്കേണ്ടതില്ല. അത് ഭരണഘടന നൽകുന്ന സംരക്ഷണമാണ്. സുപ്രീം കോടതി പല തവണ ശരിവെച്ച ഒരു ഭരണഘടനാ സംരക്ഷണമാണ് അത് എന്ന് കേസുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം ജീവനക്കാർക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്കെതിരെ വ്യക്തിപരമായ അന്വേഷണമാണെങ്കിൽ പോലും അതിൽ യാതൊരു സഹകരണവും വേണ്ടതില്ല എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഈ പശ്ചാത്തലത്തിൽ രാജ്ഭവനിലെ ജീവനക്കാർ, അത് സ്ഥിരം ജീവനക്കാർ, കരാർ ജീവനക്കാർ, സുരക്ഷാ ജീവനക്കാർ അടക്കമുള്ളവർ യാതൊരു വിധത്തിലും പോലീസിന്റെ ആശയവിനിമയങ്ങളോട് സഹകരിക്കുകയോ മറുപടി നൽകുകയോ ചെയ്യേണ്ടതില്ല എന്നും നേരിട്ട് ഹാജരായോ ഫോൺ മുഖേനയോ മറ്റേതെങ്കിലും മാർഗത്തിലോ അവരുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കേണ്ടതില്ല, മൊഴി നൽകേണ്ടതില്ല എന്നാണ് ഗവർണർ ജീവനക്കാരെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അന്വേഷണവുമായി സഹകരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് രാജ്ഭവന്റെ തീരുമാനം എന്നുള്ളത്. അതേസമയം ഈ അന്വേഷണത്തിൽ സഹകരിക്കാതിരുന്നാൽ എങ്ങനെ ഈ കേസുമായി മുന്നോട്ട് പോകണം എന്നതുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടും എന്നാണ് ബംഗാൾ പോലീസ് അറിയിക്കുന്നത്. ഉടൻ തന്നെ അക്കാര്യത്തിൽ നിയമോപദേശം തേടിയ ശേഷം തുടർന്ന് സംസ്ഥാന സർക്കാരുമായി ആലോചിച്ച് തുടർ നീക്കങ്ങൾ രാഷ്ട്രപതി ഭവനെ സമീപിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന്റെ പരിഗണനയിലുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രവിത, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.